നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ എക്സാമ്പിൾ 4 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെനിക്കൊരു സന്തോഷമാണ്, കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ട്രിഗണോമെട്രിയിൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. Example 4. The minute hand of a watch is 1.5 cm long. ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.5 സെന്റിമീറ്റർ ആണ്. How far does its tip move in 40 minutes? അതായത് ഈ മിനിറ്റ് ഹാൻഡിന്റെ ടിപ്പ് 40 മിനിറ്റ്സിൽ എത്ര മൂവ് ചെയ്യും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വാച്ച് വരച്ചിട്ടുണ്ട്. ഈ വാച്ചിൽ ഞാൻ കാണിച്ചിരിക്കുന്ന രണ്ട് ബ്ലാക്ക് ആരോസും മിനിറ്റ് ഹാൻഡ് ആണ്. ഞാൻ ഇവിടെ അവർ ഹാൻഡ് വരച്ചിട്ടില്ല. ഈ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്യുന്ന ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് നമുക്ക് 1.5 സെന്റിമീറ്ററിന് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെയും 1.5 സെന്റിമീറ്റർ ആണ്. ഈ മിനിറ്റ് ഹാൻഡ് 40 മിനിറ്റ്സ് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ മിനിറ്റ് ഹാൻഡ് 12 1 വരെ വരും. 12 1 വരെ വരുമ്പം നമ്മൾ 5 മിനിറ്റ്സ് ആകും അല്ലെ. 1 2 എത്തുമ്പോൾ 10 മിനിറ്റ്സ് ആയി. മിനിറ്റ് ഹാൻഡ് 10 മിനിറ്റ്സ് ആയി കാണിക്കുന്നത്. 3 എത്തുമ്പോൾ മിനിറ്റ് ഹാൻഡ് നമുക്ക് 15 മിനിറ്റ്സ് കാണിക്കും. 4 എത്തുമ്പോൾ മിനിറ്റ് ഹാൻഡ് നമുക്ക് എത്ര മിനിറ്റ് കാണിക്കും? 20 മിനിറ്റ്സ് കാണിക്കും. 5 എത്തുമ്പോൾ മിനിറ്റ് ഹാൻഡ് നമുക്ക് 25 മിനിറ്റ്സ് ആയിരിക്കും കാണിക്കുക. 6 എത്തുമ്പോൾ എത്ര മിനിറ്റ് ആയിരിക്കും വരിക? 30 മിനിറ്റ്സ് ആയി. 7 എത്തുമ്പോൾ 35 മിനിറ്റ്സ് ആയി. 8 എത്തുമ്പോൾ 40 മിനിറ്റ്സ് ആവും അല്ലെ. മിനിറ്റ് ഹാൻഡ് ഈ 8 വരെ കറങ്ങി കറങ്ങി വന്ന് കഴിയുമ്പോഴാണ് 40 മിനിറ്റ്സ് ആവുന്നത്. മനസ്സിലായോ? ആ 40 മിനിറ്റ്സ് കൊണ്ട് ഇതിന്റെ ടിപ്പ് ഇതിന്റെ ടിപ്പ് ഇവിടുന്ന് ഈ ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്യാം. ഈ ടിപ്പ് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് 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 ഈ 8 വരെ ട്രാവൽ ചെയ്ത ദൂരമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഷേപ്പ് ശരിക്കും ഒരു ആർക്കല്ലേ. നമുക്കിവിടെ എന്താ അപ്പൊ കണ്ടുപിടിക്കണേന്ന് അറിയാമോ? ലെങ്ത് ഓഫ് ആർക്ക്. ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമുക്ക് ഓൾറെഡി ഒരു ഫോർമുല അറിയാം. എന്താണ്? L ഈക്വൽ ടു ആർ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആർ എന്ന് പറഞ്ഞാല് മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് ആണ്. അതായത് 1.5 സെന്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? L ആണ് അല്ലെ. L കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ തീറ്റ എന്താണെന്ന് അറിയണം. അതിനു മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് നമ്മുടെ മിനിറ്റ് ഹാൻഡിനെ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. മിനിറ്റ് ഹാൻഡ് ഒരു വാച്ചിൽ 40 മിനിറ്റ്സ് പോയി. 40 മിനിറ്റ്സ് അതിന്റെ ടിപ്പ് മൂവ് ചെയ്തപ്പോഴുള്ള ആ ദൂരം, ആ ആർക്കിന്റെ ലെങ്ത് വേണം നമ്മൾ ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനായിട്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യാം. ഇവിടെ ആർക്കിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. L ഈക്വൽ ടു ആർ തീറ്റ. ആർ നമുക്കറിയാം 1.5 സെന്റിമീറ്റർ. ഇവിടെ 1.5 സെന്റിമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ആരാണെന്ന് അറിയാമോ? തീറ്റ. തീറ്റ നമുക്ക് അറിഞ്ഞൂടാ. അതിനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനു മുന്നേ 1 റവല്യൂഷൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് നോക്കാം. 1 റവല്യൂഷൻ എടുക്കുന്ന സമയം ഇത് നമ്മുടെ വാച്ചാണേ. ഇവിടെ 12 3 6 9. 1 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഈ 12ന്റെ ഇവിടുന്ന് തുടങ്ങി കറങ്ങി 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 തിരിച്ച് ആ 12 വരെ എത്തുന്നതിനാണ് നമ്മൾ 1 റവല്യൂഷൻ എന്ന് പറയുന്നത്. അത്രയും എത്താനായിട്ട് ഈ 12ന്ന് തുടങ്ങി തിരിച്ച് ആ 12ന്റെ അവിടെ വരെ എത്തണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 60 മിനിറ്റ് വേണം. സോ 1 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അറിയാമല്ലോ.
ഇനി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ 1 റെവല്യൂഷൻ എടുക്കാം. അങ്ങനെയാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 റെവല്യൂഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 40 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് ഈക്വൽ ടു 40/60 റെവല്യൂഷൻ. 40/60 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 0 വെട്ടും, 4ഉം 6ഉം കൂടെ വെട്ടിയ 2/3 റെവല്യൂഷൻസ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? 40 മിനിറ്റ്സിൽ 2/3 റെവല്യൂഷൻസ് ഉണ്ടാവും. 1 മിനിറ്റിൽ 1/60 റെവല്യൂഷൻ, 40 മിനിറ്റിൽ 2/3 റെവല്യൂഷൻസ് ഉണ്ടാവും. ഇത് മായ്ക്കുവാണേ. 40 മിനിറ്റ്സിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ട്? 2/3 റെവല്യൂഷൻസ് ഉണ്ട്. നമുക്കറിയാം 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ വരും? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആംഗിള്? 360 ഡിഗ്രീസ് കിട്ടും. 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ 360 ഡിഗ്രീസ് ആണ്. അതെന്താ? നമുക്ക് ഈ 12 തുടങ്ങി കറങ്ങി 60 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതായ ഒരു ഫുൾ സർക്കിൾ പോലെയാവും. അതായത് ഫുൾ സർക്കിളിന്റെ ആംഗിൾ 360 ഡിഗ്രീസ് ആണ്. അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് 40 മിനിറ്റ്സ് വരെ ഉള്ളതിന്റെ ആംഗിൾ ആണ്. അതായത് നമുക്കിതാ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ആംഗിളിന്റെ ആവശ്യമേ നമുക്കുള്ളൂ അല്ലെ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 1 റെവല്യൂഷനിൽ 360 ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2/3 റെവല്യൂഷൻസ്. അപ്പൊ 2/3 × 360 എന്ന് വേണം എടുക്കാനായിട്ട്. 2/3 × 360 എത്രയാണ്? 2 × 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 240 ഡിഗ്രീസ് എന്ന് നമുക്ക് കിട്ടും. ഈ 240 ഡിഗ്രീസിനെ ഞാൻ ഇനി റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാ? പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രീസ്. ദാറ്റ് ഈസ് 1 ഡിഗ്രി ഈക്വൽ ടു π/180. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 240 ഡിഗ്രീസ്? 240 ഡിഗ്രി ഈക്വൽ ടു π/180 ഇൻറ്റു 240. നോക്കിക്കേ, ഇത് തമ്മിൽ വെട്ടിപ്പോവും അല്ലെ. നമുക്ക് 60 വെച്ചിട്ട് വെട്ടാം. ഇതിനെ 60 വെച്ച് വെട്ടിയ ഇവിടെ 4 വരും, ഇവിടെ വെട്ടിയ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π/3. അതായത് നമ്മുടെ തീറ്റയുടെ വാല്യൂ 4π/3 എന്ന് കിട്ടി. അതായത് ഈ സംഗതി 4π/3 ആണെന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് മിനിറ്റ് ഹാൻഡിന്റെ ലെങ്തും അറിയാം, തീറ്റയും അറിയാം. അതായത് ആറും അറിയാം, തീറ്റയും അറിയാം. ഇനി നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? L ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ ആർക്കിന്റെ ലെങ്ത് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ഞാൻ മായ്ക്കാൻ പോവാണ്. ക്ലിയർ ആയല്ലോ? മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് നമുക്കറിയാം 1.5 സെന്റിമീറ്റർ. ഇനി ആംഗിൾ എത്രയാണെന്നാ നമുക്ക് കിട്ടിയത്? 4π/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ലെങ്ത് ഓഫ് ആർക്ക് L ഈക്വൽ ടു r തീറ്റ എന്നാണ് അല്ലെ. ആറിന്റെ വാല്യൂ 1.5 ഇൻറ്റു തീറ്റയുടെ വാല്യൂ 4π/3. ഇവിടെ നോക്കിക്കേ, ഈ 3ഉം 1.5ഉം കൂടെ വെട്ടാം. അപ്പൊ എന്ത് വരും? 1.5ന്റെ ഇവിടെ 0.5 എന്നാ വരിക അല്ലെ. 1.5 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 0.5 അല്ലേ. സോ 0.5 ഇൻറ്റു 4 ഇൻറ്റു 5. വാട്ട് ഈസ് ദിസ് 0.5 ഇൻറ്റു 4? 0.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π സെന്റിമീറ്റർ എന്ന് കിട്ടും ആർക്കിന്റെ ലെങ്ത്. ഇനി നമുക്ക് പൈക്ക് 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം L ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇൻറ്റു 3.14 ഈക്വൽ ടു 6.28 സെന്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആർക്കിന്റെ ലെങ്ത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.